വെൽക്കം ടു കുക്കിംഗ് റഷ്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാമാൻ്റെ റെസിപ്പീസിനെ പറ്റിയിട്ട്. ഉമ്മാമാൻ്റെ റെസിപ്പിയിലെ മറ്റൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, ചക്കര പപ്പടം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പപ്പടം ഉണ്ടാക്കാൻ വേണ്ട മാവിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ എള്ള്, 1.5 കപ്പ് മൈദ. ചൂടുവെള്ളത്തിൽ വേണം മൈദ കുഴച്ചെടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ എള്ളും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത മൈദയാണ് ഇത്. കുഴച്ച് വെച്ച മാവ് 4 ബോൾസായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ബോൾസ് എല്ലാം ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചട്ടിപ്പത്തിരിക്ക് പരത്തുന്ന പോലെ തന്നെ നല്ല കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കട്ടി കുറച്ച് പരത്തിയെടുക്കാം. ഇവിടെ പപ്പടത്തിന് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല കനം കുറച്ച് പരത്തിയെടുക്കുന്നത്. പപ്പടത്തിന് വേണ്ട ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷീറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഷീറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഷീറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ റൗണ്ട് ഷേപ്പിൽ എനിക്ക് 6 സർക്കിൾസ് കിട്ടി. അപ്പോൾ ഇത്രയും കുഞ്ഞ് പപ്പടങ്ങൾ ഞാൻ 1.5 കപ്പ് മൈദയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം കുണ്ടുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ അപ്പച്ചട്ടിയോ എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമ്മുടെ പപ്പടം പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി, ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ പപ്പടം ഒന്ന് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഷീറ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ പപ്പടം പെട്ടെന്ന് നമുക്ക് ക്രിസ്പിയായി കിട്ടും. ഇപ്പോൾ വലിയ ഷീറ്റെല്ലാം പരത്തി അത് കട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പൂരിക്കെല്ലാം ഇങ്ങനെ ചെറിയ ബോൾസ് ഉണ്ടാക്കൂലേ, അതുപോലെ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം കട്ടി കുറച്ച് പരത്തിയിട്ട് ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്താലും മതി. ഇവിടെ പപ്പടം ചെറുതാവുമ്പോഴേ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ വലിയവർക്കായാലും വേണ്ടിയില്ല, ചെറിയ കുട്ടികൾക്കായാലും വേണ്ടിയില്ല, കഴിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇപ്പോൾ പപ്പടം നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പപ്പടം റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് ചക്കരയാണ്. അപ്പോൾ ചക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിന് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് 1/2 കപ്പ് ചക്കര ചേർക്കാം. ചക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയും ഉപയോഗിക്കാം. നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതൊരു നൂൽ പരുവത്തിലാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്പടത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പപ്പടത്തിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ചക്കര ഉണ്ടല്ലോ, പെട്ടെന്ന് സെറ്റാവും. 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് സെറ്റായി കഴിയുന്നത് ശർക്കരപ്പാനി ചൂടോടുകൂടി പപ്പടത്തിൻ്റെ മുകളിൽ ഒഴിക്കാൻ നോക്കണം. ചക്കരയായാലും പഞ്ചസാരയായാലും നമ്മൾ നൂൽപ്പരുവത്തിലാക്കി കഴിഞ്ഞ സംഭവം ചൂട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ ആ നോർമൽ ലെവലിലേക്ക് വരണമെങ്കിൽ അതിൽ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഉമ്മാമാൻ്റെ കുഞ്ഞു റെസിപ്പി ചക്കര പപ്പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.